ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നൊരു അടിപൊളി വാൾ ഡെക്കറാണ്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മളൊരു കേക്ക് ബോർഡ് എടുത്തിട്ടുണ്ട്. കേക്ക് ബോർഡോ കാർഡ് ബോർഡോ ഏതായാലും മതി. പിന്നെ പോപ്സിക്കിൾ സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം അതൊരു വീട് പോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. ഞാനിപ്പോൾ വീട് പോലെ ചെയ്യുന്നത് വീട് തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. ഇനിയിപ്പോൾ കയ്യിൽ സ്റ്റിക്കില്ലെങ്കിൽ കാർഡ് ബോർഡ് തന്നെ ഇതുപോലെ ഈ ഒരു ഷേപ്പിൽ കുറേ കുട്ടി കുട്ടിയായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇതില്ലാന്ന് വെച്ചിട്ട് നമ്മൾ ചെയ്യാതിരിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നമുക്ക് കമ്പോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറോ എല്ലാം റോൾ ചെയ്തെടുത്തിട്ടോ അതൊക്കെ വെച്ചിട്ട് നമുക്കിതുപോലെ ചെയ്യാം. ആദ്യം നമ്മളൊരു വീട് പോലെ ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ അടുക്കി കൊടുക്കുക. ഇപ്പോൾ ഇങ്ങനെ അടുക്കി കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഏത് സാധനം നമുക്ക് ഉപയോഗിക്കാം. ഈ ഒരു ഷേപ്പിലുള്ള കാർഡ് ബോർഡ് പീസോ കട്ടിയുള്ള ബുക്കിൻ്റെ പേപ്പറോ ബുക്കിൻ്റെ പുറംതാളിലൊക്കെ നല്ല കട്ടിയായിരിക്കുമല്ലോ, അപ്പോൾ അത് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുമോ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. ഇനി അതല്ല കുറേ പഴയ പേനകളുണ്ടെങ്കിൽ പേനകൾ ഇങ്ങനെ അടുക്കി വെച്ച് യൂസ് ചെയ്യാം. അപ്പോൾ ആ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടിയാൽ മതി. അപ്പോൾ ഇതുപോലെ നമുക്ക് വീട് പോലെ മേളിൽ ആദ്യം ഒരു കൂടാരം പോലെയും താഴത്ത് ഇതുപോലെ വീട് പോലെയും വെക്കാം. പിന്നെ നമ്മൾ താഴത്ത് ആ ഒരു വെക്കുന്നിടത്ത് ഇങ്ങനെ പുറത്ത് ഒന്ന് രണ്ടെണ്ണം വെച്ച് കൊടുക്കുന്നുണ്ട്. ആ ഒരു വലിപ്പം തോന്നിക്കാൻ വേണ്ടിയിട്ട് സൈഡിലോട്ടും ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ നമ്മൾ വെച്ചെടുത്തിട്ടുണ്ട്, താഴത്തും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് കളർ കൊടുക്കണം. പിന്നെ ഒരു ഫ്രീ ക്ലാസ്സിൻ്റെ കാര്യം പറയാനുണ്ട്. ഇത് ഒരു ടീച്ചറാണ് എടുക്കുന്നത്. ടീച്ചറിൻ്റെ പേര് ധന്യ എന്നാണ്. ടീച്ചറിൻ്റെ നമ്പർ ഞാനിവിടെ കൊടുക്കാം, വാട്സപ്പ് നമ്പറാണ്. വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ ആ ക്ലാസ്സിലേക്ക് ടീച്ചർ എല്ലാവരും ആഡ് ചെയ്തോളും. ഫ്രീ ക്ലാസ്സാണ്, ആർട്ട് ക്ലാസ്സാണ് എടുക്കുന്നത്. പെയിൻറ്റിങ് അതുപോലെയുള്ള ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിപ്പിക്കുന്നത്. ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ള ക്ലാസ്സാണ്, ഫ്രീ ക്ലാസ്സും ആണ്. അപ്പോൾ കുട്ടികൾക്കോ വലിയവർക്കോ ആർക്ക് വേണമെങ്കിലും ഇതിനകത്ത് പങ്കെടുക്കാം, പ്രായപരിധിയൊന്നുമില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയയ്ക്കുക. ടീച്ചർ നിങ്ങളെ ക്ലാസ്സിലേക്ക് ആഡ് ചെയ്തോളും. ഞാൻ നമ്പർ ഇവിടെ കൊടുക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. ആ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചിട്ടാൽ മതി, കോൾ ചെയ്യേണ്ട. ടീച്ചർ ഫ്രീ ആകുമ്പോൾ നിങ്ങൾ ആഡ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അതേ നമ്മൾ കളർ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഉള്ളിൽ ആ ബ്ലാക്ക് കൊടുത്തു, പുറത്ത് ഒരു ഗ്രീൻ കളർ കൊടുത്തു. പിന്നെ നമ്മൾ ആ ഒരു ഓരോ സ്റ്റിക്കിനും വേറെ വേറെ കളർ കൊടുക്കുക. അപ്പുറത്തും ഇപ്പുറത്തും വലതുവശത്തും ഇടതുവശത്തും സെയിം കളർ തന്നെ കൊടുക്കുന്നത്, എന്നാലും ഡിഫറൻ്റ് ആയിട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്കത് താല്പര്യമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ബേസായിട്ട് ഫുള്ള് ബ്ലാക്ക് കൊടുത്തിട്ട് ഗോൾഡ് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്യാം. നമ്മളിതിനുള്ളിൽ കുറച്ച് വർക്കൊക്കെ ചെയ്യുന്നുണ്ട്, കുറച്ച് സാധനങ്ങളൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഓരോ കളർ മാറ്റിയേ കൊടുക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഓരോ കളർ കൊടുക്കാം. നമുക്ക് ഓരോരുത്തർക്കും ഓരോ കളറായിരിക്കുമല്ലോ ഇഷ്ടം. അപ്പം ചില കളർ കാണുമ്പോൾ നമുക്കൊരു ഭംഗി തോന്നും. അല്ലെങ്കിൽ നമ്മൾ വാൾ ഡെക്കർ ചെയ്യുമ്പോൾ നമ്മുടെ ഭിത്തിയായിട്ട് സ്യൂട്ടായി പോകുന്ന തരത്തിലുള്ള വാൾ ഡെക്കർ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഓരോ വീട്ടിലും പെയിൻറ്റ് ഓരോ കളറായിരിക്കും. അപ്പോൾ അതുമായിട്ട് ചേർന്ന് പോകുന്ന രീതിയിൽ നമ്മൾ കളർ മാറ്റുക. ചിലപ്പോൾ ഗ്രീൻ കളറിലുള്ള ഒരു പെയിൻറ്റാണ് വാളിനെങ്കിൽ നമ്മൾ അതേ കളറിലുള്ള വാൾ ഡെക്കർ ചെയ്താൽ അത്ര ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഒരു വെള്ളയിലൊക്കെയാണ് ഈ ഗ്രീൻ ഇരിക്കുമ്പോൾ ഒരു ഭംഗി വരിക. അപ്പം അതിനനുസരിച്ച് നമ്മൾ കളർ മാറ്റി കൊടുക്കുക. അപ്പോൾ ഞാൻ ആ ഓരോന്നിനും ഓരോ കളർ കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് നമുക്ക് ഓറഞ്ചും കൂടി ഒന്ന് കൊടുത്തെടുക്കുന്നുണ്ട്. ഓരോ കളർ കൊടുത്ത് കഴിയുമ്പോൾ ഒരു സംതൃപ്തിയില്ലായ്മ വരുന്നുണ്ട്, നമുക്ക് എല്ലാവർക്കും വരുന്നതാണ്. നമ്മൾ ചില വർക്ക് ചെയ്യുമ്പോൾ ഒരു സുഖം വരത്തില്ല. ആ ബേസിൽ പച്ച കൊടുത്തത് കൊണ്ട് ഇവിടെയും പച്ച കൊടുത്തിട്ട് എനിക്ക് അത്ര സുഖം തോന്നില്ല. ഞാനപ്പോൾ അതിൻ്റെ പുറത്ത് ഒരു റോസ് അടിച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷേ പച്ചയുടെ പുറത്ത് റോസ് അടിച്ചപ്പോൾ അത് വയലറ്റായി. പിന്നെ സാരില്ല, അതിരിക്കട്ടെ എന്ന് വിചാരിച്ച് ആ കളർ തന്നെ കംപ്ലീറ്റ് ആയിട്ട് അടിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ ക്ലേ വെച്ചിട്ട് ഹോം ഒന്ന് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ മുന്നേ നമ്മളൊരു വാൾ ഡെക്കർ ചെയ്തപ്പോൾ എടുത്ത ഹോമാണ്. അന്ന് ഞാൻ 2 ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ അതിലൊന്ന് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിനെ നടുക്ക് വെക്കുന്നുണ്ട്. പിന്നെ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് നമുക്ക് രമ്യ ചേച്ചി എന്ന ടിഷ്യൂ പേപ്പറാണ് കേട്ടോ. അത് അതിനകത്ത് കർട്ടൻ പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് ഇതാണ് എനിക്ക് തോന്നിയത്, കർട്ടൻ പോലെയുള്ളൊരു ടിഷ്യൂ. അപ്പോൾ അതിങ്ങനെ ഞാൻ എടുത്തിട്ട് ഇങ്ങനെ കർട്ടൻ പോലെ വെക്കാനായിട്ട് 2 ആക്കിയിട്ട് വെക്കുന്നുണ്ട്. കർട്ടൻ തന്നെ വേണമെന്നില്ല, നമ്മുടെ നോർമൽ ഏതെങ്കിലും ഒരു പഴയ തുണിയില്ലേ, അമ്മമാരുടെ സാരിയോ വല്ല എന്താണ് പറയുക ഷോളോ അങ്ങനെ എന്തെങ്കിലും പഴയ തുണികളുള്ളത് ഇങ്ങനെ ചെറുതായിട്ടൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് 2 ആക്കിയിട്ട് അപ്പുറത്തും ഇപ്പുറത്തും വെച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ ആ ഹോമിന് ബ്ലാക്ക് കളറിൻ്റെ പുറത്തൊന്ന് ഗോൾഡൻ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് നടുക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇത് തന്നെ ചെയ്യണമെന്നില്ല, ഞാനിപ്പം എൻ്റെ പേര് എഴുതണമെങ്കിൽ നമുക്കത് എഴുതാം. നമുക്ക് ഓരോരുത്തർക്കും ഓരോ താല്പര്യം, നമുക്ക് ഇഷ്ടമുള്ളത് എഴുതാം. ഹോമെന്ന് തന്നെ എഴുതണമെന്നില്ല. അപ്പോൾ വല്ലവർക്കും ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിൽ അവരുടെ പേര് എഴുതാം. ഹൗസ് വാമിങ്ങിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാം. അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ അകത്ത് എന്തെങ്കിലും എഴുതിയൊക്കെ കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് നമുക്കത് ചെയ്യാം, എന്നാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ വാൾ ഡെക്കർ സിമ്പിളാണ്, ക്യൂട്ടാണ്, വെറൈറ്റിയാണ്, കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചില ആദ്യമായിട്ടെല്ലാം കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഞാൻ വീഡിയോ ഇട്ടാലും നോട്ടിഫിക്കേഷൻ വരും. താങ്ക് യു ഫോർ വാച്ചിങ്.